ഒരു സെക്കൻഡ്. നിങ്ങൾ ഇപ്പോൾ കളയുന്ന ഓരോ സമയവും നിങ്ങളുടെ ലൈഫ് കൗണ്ട് ഡൗൺ ആണ്. എങ്ങനെ ഈ ടൈം ഉപയോഗിച്ച് പഠിക്കാമെന്ന് നോക്കാം. മാക്സിമം നിങ്ങളൊരു പ്രൈം ടൈം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരു 2 hours സ്ട്രെച്ച് അല്ലെങ്കിൽ 3 hours സ്ട്രെച്ച് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളൊരു ടോപ്പിക് പഠിക്കുന്നു, ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് ആ ടോപ്പിക് മനസ്സിലായി, ആൻഡ് ദെൻ യു ഗോ ത്രൂ ഇറ്റ്. ആ ഒരു 3 hours നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ആ ഒരു പ്രോസസ് ഗ്രാജുവലി മനസ്സിലാക്കി വരും. പക്ഷെ നിങ്ങൾ ആദ്യം ഒരു 30 മിനിറ്റ് പഠിച്ചു, പിന്നീട് പിറ്റേ ദിവസമാണ് 30 മിനിറ്റ് പഠിക്കുന്നതെങ്കിൽ, എസ്പെഷ്യലി ഫോർ ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി, നിങ്ങൾക്ക് ആ എഫേർട്ട് വീണ്ടും എടുക്കേണ്ടി വരും. സ്കൂള് ഐ വുഡ് സേ എത്ര മണി വരെ ഉണ്ടാവും? സ്കൂളിൽ 5 മണി 4 മണി വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനുശേഷം കോച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോച്ചിങ് ശേഷം ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഡേ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ക്ലാസ്സിലും എനിക്കൊരു 2 hour 3 hours സ്ട്രെച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ ഐ നോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്, വളരെ ബേർഡനിങ് ആയിട്ട് തോന്നും, ബിക്കോസ് ക്ലാസ്സിന് ശേഷം കോച്ചിങ് ക്ലാസ് ഉണ്ടായിരിക്കാം. ഇറ്റ്സ് ബേർഡനിങ്, പക്ഷേ അതെല്ലാം അതിനൊരു പാർട്ടാണ് മനസ്സിലാക്കുക. ഒരുപാട് കുട്ടികൾ ഇന്ന് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എലോൺ അല്ലാന്ന് മനസ്സിലാക്കുക. സ്കൂൾ ആയിക്കോട്ടെ ആൻഡ് കോച്ചിങ് ആയിക്കോട്ടെ, ഇറ്റ് ഇസ് വെരി മച്ച് യൂണിഫോം ആയിട്ടല്ല എല്ലാ ഡേയും നടക്കുന്നത്. സോ ഒന്ന് പ്ലാൻ ചെയ്യുക, ഇത്ര ദിവസം എനിക്ക് കിട്ടുന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ ഇന്ന സമയത്ത് ഇന്ന സമയം വരെ ഉണ്ട്, ഉറങ്ങുന്ന സമയത്താണ്, അതിനിടയ്ക്ക് എനിക്കൊരു 2 hour കിട്ടുന്നുണ്ടോ, എണീച്ചതിന് ശേഷം ക്ലാസ്സിന് മുന്നേ എനിക്ക് 2 hour കിട്ടുന്നുണ്ടോ, അങ്ങനെ ഒരു ഹ്യൂജ് ചങ്ക് ഓഫ് ടൈം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ബസ്സിൽ പോകുന്ന സമയത്തോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 30 minutes and 20 minutes കിട്ടുന്നുണ്ടെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി അതുപോലെ ബയോളജി എന്ന ടോപ്പിക്സിന് ആ സമയം കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അതെല്ലാം നിങ്ങൾക്ക് വായിക്കേണ്ട സബ്ജക്ട്സ് ആണ്.